ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ വരുന്ന ഓഗസ്റ്റ് മാസം 3-ാം തീയതി തുടങ്ങാനിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ബിഗ് ബോസ് 100% കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള 20 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ പറയുന്ന 20 കണ്ടസ്റ്റൻസും നിങ്ങൾക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ളതും ബിഗ് ബോസിൽ വരണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന പലരും ഈ പറയുന്ന ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ പറയുന്ന കൺഫർമേഷനും അതുപോലെ തന്നെ ബിഗ് ബോസിലേക്ക് വരാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞ് പേരുകൾ ഇട്ടിട്ടുണ്ടായിരുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണും. ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറി കാണാം. അതിൽ പറഞ്ഞിരിക്കുന്ന 10-ലധികം പേര് ഈ പറയുന്ന കൺഫർമേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത പുതിയ പുതിയ പേരുകളും ഇതിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്തിരുന്ന പല കണ്ടസ്റ്റൻസും ഈ ഒരു സീസണിൽ പങ്കെടുക്കുന്നില്ല എന്നുകൂടി അറിയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം ആരൊക്കെ ആയിരിക്കും ഈ ഒരു സീസണിൽ കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിരിക്കുന്നതെന്ന്. ആദ്യം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് വീഡിയോ കാണുന്നതിന് മുമ്പ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് സ്റ്റാർ മാജിക് ഫെയിമും ആക്ട്രസുമായിട്ടുള്ള അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തതായി ഒരു 100% കൺഫേംഡ് ആയിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ താരമായിട്ടുള്ള തൂവൽ സ്പർശം എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള അവന്തിക മോഹൻ കൺഫേംഡ് ആണ്. അടുത്തതായി മൂന്നാമതായിട്ട് പറയുന്നത് ആദിത്യൻ ജയൻ, ഏഷ്യാനെറ്റിലെ ഒരു സീനിയർ സീരിയൽ ആക്ടറാണ്. ആദിത്യൻ ജയനും കൺഫേംഡ് ആണ്. അടുത്തതായി നാലാമതായിട്ട് പറയുന്നത് ഒരു സിനിമാ താരമായിട്ടുള്ള അപ്പാനി ശരത്തും 100% കൺഫേംഡ് ആയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തതായി അഞ്ചാമത്തെ പേര് പറയുന്നത് ഐശ്വര്യ റംസായ്, ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ ആക്ട്രസ് ആണ്. ഐശ്വര്യ റംസായും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആണ്. അടുത്തതായി ആറാമത്തെ പേര് പറയുന്നത് ഏഷ്യാനെറ്റിലെ ഒരു സീനിയർ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള രേഖ രതീഷ്, നമ്മുടെ പരസ്പരം സീരിയലിലൂടെയാണ് വന്നത്. രേഖ രതീഷും 100% ബിഗ് ബോസിലേക്ക് കൺഫേംഡ് ആണ്. അടുത്തതായിട്ട് പറയുന്നത് ഒരു 100% കൺഫേംഡ് ആയ മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് അക്ബർ ഖാൻ നമ്മുടെ സ്റ്റാർ സിംഗറിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സിംഗറാണ്. അതുപോലെ തന്നെ ഒരു പാട്ടെഴുത്തുകാരനൊക്കെയാണ്. ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ ഒരു മെന്ററൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അക്ബർ ഖാനും ബിഗ് ബോസിലേക്ക് 100% കൺഫേംഡ് ആണ്. അടുത്തതായി എട്ടാമത്തെ പേര് പറയുന്നത് ഒരു സിനിമാ താരമായിട്ടുള്ള റോഷൻ ബഷീർ, സിനിമാ താരമാണ്, മോഡലുമാണ്. റോഷൻ ബഷീറും ബിഗ് ബോസ് സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആണ്. അടുത്തതായി ഒമ്പതാമത്തെ പേര് പറയുന്നത് രേണു സുധി, നമുക്കറിയാം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലെയൊക്കെ പ്രമുഖ താരമാണ് രേണു സുധി. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആണ്. അടുത്തതായി പത്താമത്തെ പേര് പറയുന്നത് ഇന്റർവ്യൂവർ ആയിട്ടുള്ള ശാരികയുടെ ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ പലതും കണ്ടു കാണും. ശാരികയും 100% കൺഫേംഡ് ആണ്. അടുത്തതായി 11ാമതായിട്ട് പറയുന്നത് ഒരു കോമഡിയനും സ്റ്റേജ് പ്രോഗ്രാം ആർട്ടിസ്റ്റുമായിട്ടുള്ള ദീപക് മോഹനും 100% കൺഫേംഡ് ആയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തതായി 12ാമതായിട്ട് പറയുന്നത് വിശ്വദേവ് ഒരു പാട്ടുകാരനാണ്. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ഒരുപാട് സോങ്ങും കാര്യങ്ങളൊക്കെ. വിശ്വദേവും കൺഫേംഡ് ആണ്, 100% കൺഫേംഡ് ആണ്. അടുത്തതായി 13ാമതായിട്ട് പറയുന്നത് RJ ആയിട്ടുള്ള അഞ്ജലി നിങ്ങൾക്കറിയാം, നമ്മുടെ ഏഷ്യാനെറ്റിലെ കുക്ക് വിത്ത് കോമഡിയിലൊക്കെ ഉണ്ടായിരുന്നു. RJ അഞ്ജലിയും 100% ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ് ഈ ഒരു സീസണിൽ. അടുത്തതായി 14ാമതായിട്ട് പറയുന്നത് ആദില ആൻഡ് നോറ, ഇവർ കപ്പിൾസ് ആണ്. ആദിലയോ നോറയോ ഇതിൽ ആരെങ്കിലും ഒരാളായിരിക്കും സീസണിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഇവരും കൺഫേംഡ് ആണ്. അടുത്തതായി 15ാമതായിട്ട് പറയുന്നത് അഭിശ്രീ ഒരു ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ താരമാണ്. കാതോട് കാതോരം എന്ന് പറയുന്ന ഒരു സീരിയലിലായിരുന്നു അഭിനയിച്ചിരുന്നത്. കാലിന് ചെറിയൊരു സ്വാധീനക്കുറവുണ്ട്, അതുകൊണ്ട് കുറെ പേര് ഉണ്ടാവുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അഭിശ്രീയും കൺഫേംഡ് ആണെന്നാണ് നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് 16ാമതായിട്ട് പറയുന്നത് ബിജു സൗബാനം, നമ്മുടെ ഉപ്പും മുളകിലെ ബാലു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന ബിജു സൗബാനവും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് തന്നെയാണ്. അടുത്തതായി 17ാമതായിട്ട് പറയുന്നത് യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള ബബി ബിഗ് ബോസ് ഹൗസിലേക്ക് 100% കൺഫേംഡ് ആണ്. അടുത്തതായി 18ാമതായിട്ട് പറയുന്നത് റീന ജോൺ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. റീന ജോണും ബിഗ് ബോസ് ഹൗസിലേക്ക് 100% കൺഫേംഡ് ആണ്. അടുത്തതായി 19ാമതായിട്ട് പറയുന്നത് അസ്ലാം ആർലി, ഒരു യൂട്യൂബർ ആണ്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല വീഡിയോസും ചാനലിലൂടെ പങ്കുവെക്കുന്ന ഒരു യൂട്യൂബറാണ്. അസ്ലാം ആർലിയും ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണെന്ന് കേൾക്കുന്നു. അടുത്തതായിട്ട് 20ാമതായിട്ട് പറയുന്നത് ബിന്നി സെബാസ്റ്റ്യൻ ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു ആക്ട്രസ് ആണ്. ബിന്നി സെബാസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ആക്ടർ ആയിട്ടുള്ള ജോസ്ബിൻ, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. കാരണം ഇവരുടെ രണ്ടുപേരുടെ പേരുകളും ഈക്വൽ ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. രണ്ടുപേർക്കും 50-50 സാധ്യതയാണ് കാണുന്നത്. ഒന്നില്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ താരമായിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യൻ, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ജോസ്ബിൻ എന്ന് പറയുന്ന ഒരു ആക്ടർ. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും സീസണിലേക്ക് ഉണ്ടാവുക.
അപ്പോ ഈ പറയുന്ന 20 കണ്ടസ്റ്റന്റ്സിന്റെയും പേരുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ പറയുന്ന 20 പേരും ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ആദ്യം പേര് പറഞ്ഞിരിക്കുന്ന കുറച്ചധികം പേർക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ ബിഗ് ബോസ് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരാരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേഖ രതീഷ്, സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ആദിത്യൻ ജയൻ, രേണു സുധി, അനുമോള്, അതുപോലെ തന്നെ അപ്പാനി ശരത്ത്, ഇത്തരത്തിലുള്ള കണ്ടസ്റ്റന്റ്സിനൊക്കെ ആദ്യം തന്നെ ബിഗ് ബോസ് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ ബിഗ് ബോസ് ഇപ്പൊ കൺഫർമേഷനും കാര്യങ്ങളും റീസെന്റ് ആയിട്ട് കൊടുത്തവരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഇല്ലാത്തവർ ഈ പറയുന്ന കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന 20 കണ്ടസ്റ്റന്റ്സും വളരെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആ ഒരു ഫോർമേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസ് സെലക്റ്റീവ് ആയിട്ട് എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വളരെ വ്യത്യസ്തമുള്ള ഒരു സീസൺ ആണിത്. ലാലേട്ടൻ ഈ ഒരു ഷോയെ ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി ഹൈപ്പിൽ ലാലേട്ടനെ പ്രസന്റ് ചെയ്യുന്നത് കുറച്ചുകൂടി ഹൈപ്പിലായിരിക്കും. അത് നമുക്ക് കുറെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഏഷ്യാനെറ്റ് കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നും കൂടി ഒരു പോസ്റ്റ് ഏഷ്യാനെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഏഷ്യാനെറ്റ് പോസ്റ്റുകൾ ഇട്ടൊരു സീസൺ കൂടി ഈ പറയുന്ന സീസൺ 7 ആണ്. വീടിന്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. ഏകദേശം 85% വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സീസൺ 7 സ്വന്തമായിട്ട് നമ്മുടെ ഒരു ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന് വേണ്ടി മാത്രം, നമ്മുടെ മോളിവുഡ് ബിഗ് ബോസ് ചെയ്യാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് മലയാളം ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ആ ഒരു സെറ്റിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു സീസൺ 7 മുതൽ ഒരുപാട് വലിയ വലിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പറയുന്ന പുതിയൊരു പോസ്റ്റ് ഇപ്പൊ ഏഷ്യാനെറ്റ് കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പാണ് ആ ഒരു പോസ്റ്റ് ഈ പറയുന്ന ഏഷ്യാനെറ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു മുട്ടൻ പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം മറ്റേ പണി വരുന്നുണ്ട് എന്നുള്ള പാട്ട് അധികം അങ്ങോട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തില്ല. കുറച്ച് ട്രോളുകളൊക്കെ കിട്ടി ആ പാട്ടിന്. അപ്പൊ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടൊരു പ്രൊമോ അല്ലെങ്കിൽ ഒരു പാട്ട് തന്നെ വീണ്ടും ഇറക്കുമെന്നാണ് തോന്നുന്നത്. ആ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ സൈറ്റിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റ് ഇപ്പൊ കമ്മ്യൂണിറ്റിയിൽ ഏഷ്യാനെറ്റ് ആഡ് ചെയ്താണ്. ഇന്ന് 7 മണിക്കാണ് ആ ഒരു പാട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊമോ വരുന്നത് എന്നാണ് ഇപ്പൊ അറിയാനായിട്ട് സാധിച്ചത്. ലാലേട്ടന്റെ ഒരു പ്രൊമോ അല്ലെങ്കിൽ ഒരു സോങ് തന്നെ ആയിരിക്കും. സോങ് വരാൻ ചാൻസ് കുറവാണ്. കാരണം ഒരു പണി കിട്ടി ബിഗ് ബോസിന് മതിയായിട്ടുണ്ടാവും. ഇനി നല്ലൊരു പ്രൊമോക്ക് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ലാലേട്ടന്റെ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കിടിലം പ്രൊമോന് വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് 7 മണിക്ക് വരുന്ന മുട്ടൻ പണി ആ ഒരു പ്രൊമോ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ്സിനെ ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ക്ലൂവോ ഹിൻസോ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെയാണെങ്കിലും. അപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാണ്, തീർച്ചയായിട്ടും ആ കണ്ടസ്റ്റന്റിന്റെ പേര് താഴെ കമന്റ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്